ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായുള്ള തെക്കുമംഗലം ദേശത്തിന്റെ ദേശക്കൂത്ത് നാളെ നടക്കും. ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായുള്ള തെക്കുമംഗലം ദേശത്തിന്റെ ദേശക്കൂത്ത് നാളെ നടക്കും. കൂത്ത് ദിവസം വൈകുന്നേരം തിരുവാതിരക്കളി, ഡബിൾ തായമ്പക എന്നിവയും നടക്കും. കമ്പം കത്തിക്കലും ഗംഭീര വെടിക്കെട്ടും നടക്കുമെന്ന് ദേശ കമ്മിറ്റി പ്രസിഡന്റ് എൽ പരമേശ്വരൻ പറഞ്ഞു. ദേശക്കൂത്തിന് ആദ്യത്തെ വൈകുന്നേരം ദീപാരാധന, നാദസ്വരം, കൈകൊട്ടിക്കളി, അതിന് പുറമെ ഡബിൾ തായമ്പക എന്നിവയും ദേവിയുടെ ഇഷ്ട വഴിപാടായ ഇത്തവണ പ്രത്യേകമായിട്ട് കമ്പം കത്തിക്കലും കൂടി ഉണ്ട്. അതിനുശേഷം എല്ലാ ദേശനിവാസികളും എല്ലാവരും കാത്തിരിക്കുന്ന അതിഗംഭീര വെടിക്കെട്ടോടുകൂടി ദേശക്കൂത്ത് പൂർവാധികം ഭംഗിയായി ആഘോഷിക്കാൻ പോവുകയാണ്. ഫെബ്രുവരി 24-നാണ് പൂരത്തിനോടനുബന്ധിച്ചുള്ള സ്റ്റേജ് പരിപാടികളുടെ ഉദ്ഘാടനം. ഫെബ്രുവരി 25-ന് ബിഗ് ബോസ് താരം ലക്ഷ്മി ജയൻ നയിക്കുന്ന മ്യൂസിക് ഫ്യൂഷനും 26-ന് നരേഷ് അയ്യർ, പ്രകാശ് ഉള്ളിയേരി എന്നിവർ നയിക്കുന്ന മ്യൂസിക് ഇവന്റും നടക്കുമെന്നും എൽ പരമേശ്വരൻ പറഞ്ഞു. രണ്ട് ശബ്ദത്തിൽ ഒരേ സ്വരത്തിൽ പാടുന്ന ലക്ഷ്മി ജയൻ എന്ന വയലിനിസ്റ്റായ ലക്ഷ്മി ജയൻ്റെ മ്യൂസിക് ഫ്യൂഷനും 26-ാം തീയതി സ്റ്റേറ്റ് അവാർഡ് ജേതാവും AR റഹ്മാൻ്റെ ട്രൂപ്പിലെ പാടുന്ന നരേഷ് അയ്യർ, പ്രകാശ് ഉള്ളേരി ടീമിൻ്റെ മെഗാ മ്യൂസിക് ഇവൻ്റ് രണ്ട് പരിപാടിയും സ്കൂളിൽ SSOHS സ്കൂളിൽ വെച്ചിട്ട് അരങ്ങേറുന്നതാണ്. അതിന് പുറമെ വീണ്ടും കുഞ്ചസ്മാരക വായനശാലയിൽ 27-ാം തീയതി കഥകളി, 28-ാം തീയതി ബാലെ. പൂരം ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് കിള്ളിക്കുറിശിമംഗലം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും പൂരം പുറപ്പെടും. ഗജവീരൻ, ചിറക്കൽ കാളിദാസൻ ഉൾപ്പെടെ 5 ആനകൾ അണിനിരക്കുമെന്നും ഗംഭീര പഞ്ചവാദ്യവും പാണ്ടിമേളവും അരങ്ങേറുമെന്നും ദേശ കമ്മിറ്റി സെക്രട്ടറി വി രാമൻ പറഞ്ഞു. ഉച്ചയ്ക്ക് 12 മണിക്ക് കിള്ളിക്കുറിശിമംഗലം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും കേളിയോടുകൂടി പൂരം ആരംഭിക്കുകയാണ്. ഇന്ന് കാളിദാസൻ്റെ നേതൃത്വത്തിലുള്ള 5 ആനകൾ എഴുന്നള്ളിപ്പുമായി കാവിലേക്ക് പുറപ്പെടും. പിന്നെ നമ്മുടെ പഞ്ചവാദ്യം ഇത്തവണ ചോറ്റാനിക്കര നന്ദപ്പമാരാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യമാണ് ഒരുക്കിയിട്ടുള്ളത്. മേജർ സെറ്റ് പഞ്ചവാദ്യമാണ് ഇത്തവണ. അതുപോലെ തന്നെ ആനപ്പൂരം കാവിലെത്തുമ്പോൾ മേളം ആരംഭിക്കും. മേളത്തിന് പഴുവിൽ രഘുമാരാരും ചെറുശ്ശേരി കുട്ടന്മാരാരുടെയും നേതൃത്വത്തിലുള്ള മേളമാണ് കിഴക്കഞ്ചേരിയിൽ നിന്ന് വരുന്നത്. ഒപ്പം തന്നെ പടിഞ്ഞാറഞ്ചേരിയുടെ മേളം അവിടെ നിന്ന് ആരംഭിക്കും. ഇക്കുറി ആദ്യം തെക്കുമംഗലം ദേശക്കാരുടെ വെടിക്കെട്ടായിരിക്കും നടക്കുക എന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യം ഇത്തവണ തെക്കുമംഗലം ദേശത്തിൻ്റെ വെടിക്കെട്ടാണ്. 8 മണിക്ക് ശേഷം തെക്കുമംഗലത്തിൻ്റെ വെടിക്കെട്ടുണ്ടാകും. അതിനുശേഷം മറ്റുള്ള പടിഞ്ഞാറഞ്ചേരിയുടെ വെടിക്കെട്ടോടുകൂടി പകൽപൂരം അവസാനിക്കും. രാത്രിപൂരം ഇതേ സമയത്ത് തന്നെ ഇതിൻ്റെ അതേ സമയത്തിൻ്റെ, അതായത് പകൽ എങ്ങനെയാണോ തുടങ്ങിയത്